Hello and welcome everybody to Talking Point. I'm Dhanya Verma. Now it's an Onam special episode of Talking Point, and we have an excuse now to head out of our sets and explore another set. The stage is set for a piece of theatre. Yes, we are at Abhinaya Theatre Group and they're going to stage a play right in front of our eyes, which is Macbeth, an adaptation of William Shakespeare's Macbeth. The rehearsals are happening right now behind us. Jyotish, the director, is rehearsing his team because just in a couple of minutes from now, we'll see the play unfolding right before our eyes. So sit back and enjoy an unusual episode of Talking Point. ശവക്കുഴിയിൽ നിന്നും പ്രേതം കണക്ക് നിങ്ങൾ വേഗം വരൂ. ഉണർന്നെണീക്ക്. നാശം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. ആ പാടുകൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഈ നശിച്ച കറ എത്ര കഴുകിയിട്ടും മായുന്നില്ലല്ലോ. ലോകം മുഴുവൻ ഇരുട്ടാണ്. ഈ കൈകൾ ഒരിക്കലും വൃത്തിയാവുകയില്ലേ? ഏതു സമുദ്രത്തിലെ ജലം കൊണ്ടുവന്നാണ് ഞാൻ ഈ കൊച്ചു കൈകൾ വൃത്തിയാക്കേണ്ടത്? എങ്കിലും ആരു കരുതി ആ വൃദ്ധന്റെ ശരീരത്തിൽ ഇത്രയധികം ചോരയുണ്ടാകുമെന്ന്? ഉറക്കത്തിൽ ഒരാൾ ചിരിച്ചു, മറ്റേ കൊലപാതകമെന്ന് വിളിച്ചു പറഞ്ഞു. അവർ പരസ്പരം ഉണർത്തി. അവർ പറയുന്നു ഞാൻ ശ്രദ്ധിച്ചു. ആമേൻ. അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ആമേൻ എന്ന് പറയാൻ കഴിഞ്ഞില്ല? ആ വാക്ക് എന്റെ തൊണ്ടയിൽ കുരുങ്ങി. ആ സമയത്തായിരുന്നു എനിക്ക് ആശ്വാസങ്ങളുടെ ആവശ്യം. എനിക്ക് തോന്നി ഒരു ശബ്ദം ഇങ്ങനെ വിളിച്ചു പറയുന്നത് പോലെ, നീ ഇനി ഉറങ്ങാൻ പാടില്ല. നീ നിന്റെ നിദ്രയെ കൊന്നിരിക്കുന്നു. ആ നിഷ്കളങ്കമായ നിദ്രയെ. ആ പാടുകൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഈ നശിച്ച കറ എത്ര കഴുകിയിട്ടും മായുന്നില്ലല്ലോ. ഇനി ഉറങ്ങാൻ പാടില്ല. നീ നിന്റെ നിദ്രയെ കൊന്നിരിക്കുന്നു. ലോകം മുഴുവൻ ഇരുട്ടാണ്. ഈ കൈകൾ ഒരിക്കലും വൃത്തിയാവുകയില്ലേ? ക്ലേശങ്ങളുടെ കുരുക്കഴിച്ചു ജീവിതത്തിന്റെ നാരിഴകൾ ക്രമപ്പെടുത്തി ഓരോ പകലിന്റെയും ജീവിതാന്ത്യം കുറിക്കുന്ന ആ നിഷ്കളങ്കമായ നിദ്രയെ. സമുദ്രത്തിലെ ജലം കൊണ്ടുവന്നാൽ ഞാൻ ഈ കൊച്ചു കൈകൾ വൃത്തിയാക്കേണ്ടത്? നീ ഉറങ്ങാൻ പാടില്ല. നിന്റെ നിദ്രയെ കൊന്നിരിക്കുന്നു. ആര് കരുതി ആ വൃദ്ധന്റെ ശരീരത്തിൽ ഇത്രയധികം ചോരയുണ്ടാകുമെന്ന്?
what you just saw is an excerpt from the play Macbeth, which has been designed and created by Abhinaya Theatre Group. Now, the original play, as we all know, has been written by William Shakespeare. And here is an adaptation from that very play. I have a lot of questions to ask, and the right person to talk to is the director of the play, Mr. Jyotish. So let me welcome on stage Mr. Jyotish, the man behind this play. Jyotish, ഇതിൻ്റെ നമ്മൾ എക്സേർട്ട് കണ്ടു കഴിഞ്ഞല്ലോ. പക്ഷേ ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ടത് മാക്ബത്ത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതൊരു വളരെ ഡീപ്പായിട്ടുള്ള മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു പ്ലേ തന്നെയാണ്. സോ ഹൗ ഡിഡ് യു സീറോ ഇൻ ഓൺ മാക്ബത്ത്? ഒന്ന്, ഇത് ഞങ്ങൾ ഇന്ത്യ ഫൗണ്ടേഷൻ ഫോർ ദ ആർട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ IFA എന്ന് പറയുന്ന ഒരു ആർട്ട് ഏജൻസി അവർ കമ്മീഷൻ ചെയ്തിട്ടുള്ള പ്രൊഡക്ഷനാണ്. ഒരു 3 വർഷം മുമ്പാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. മാക്ബത്ത് പൊതുവേ ഈ മാക്ബത്ത് പോലുള്ള ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്വഭാവത്തിൽ വരുന്ന വർക്കുകൾ ഒത്തിരി പേര് ചെയ്തിട്ടുള്ളത്. അതെ, ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ടായിട്ടുള്ളതാണ് വേൾഡ് വൈഡ്. ഇപ്പോഴും മാക്ബത്തിൻ്റെ അവതരണങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അത്രയധികം ഒരു ദിവസം ഒരു അവതരണമെങ്കിലും മാക്ബത്തിൻ്റെ ലോകത്തിൻ്റെ എവിടെയെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കും. ഒന്ന്, ഈ മാക്ബത്ത് തിരഞ്ഞെടുക്കാൻ കാരണം ഈ പൊതുവെ ഈ ചില കൃതികൾ കാലത്തിനും അപ്പുറത്ത് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഡീൽ ചെയ്യുന്ന നാടകങ്ങളായിരിക്കും. മാക്ബത്ത് ൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു ഗുണം, മാക്ബത്ത് വളരെ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ഈ സാമൂഹിക വ്യവസ്ഥിതി മാറിയാലും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ചില മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റുകളെ, ലസ്റ്റ്, ഗ്രീഡ് തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസിനെ ഡീൽ ചെയ്യുന്നൊരു നാടകമാണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മാക്ബത്തിനെ വളരെയധികം ഏറ്റവും അധികം എന്നെ സ്പർശിച്ചിട്ടുള്ളൊരു വിഷയം. അത് എത്ര കാലം കഴിഞ്ഞാലും മനുഷ്യൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു സാമൂഹികമായിട്ടുള്ള എത്ര മാറിയാലും സമൂഹം മാറിയാലും മനുഷ്യൻ്റെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് വളരെ നമുക്കതിനെ ഒരിക്കലും വിശദീകരിക്കാൻ പറ്റില്ല. ഇതിന് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റില്ല, ഒരാളുടെ ഗ്രീഡ് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള മനുഷ്യൻ്റെ ഈ ഇൻസ്റ്റിങ്ക്റ്റുകളെ കുറിച്ചിട്ട് ഏറ്റവും ഡാർക്കായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു ഇടത്തിനെ അന്വേഷിക്കുന്ന ഒരു നാടകമാണ്. ഇതിൽ തന്നെ ഇപ്പോൾ മാക്ബത്തിൻ്റെ ഈ പ്ലേയുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. ലേഡി മാക്ബത്ത് ഉണ്ട്, ദെൻ ഓഫ് കോഴ്സ് 3 വിച്ചസ് ഉണ്ട്, ആൻഡ് ദെൻ യു ഹാവ് ബാങ്കോ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാതെ യു വോണ്ടഡ് ടു ജസ്റ്റ് ഗോ ഫോർ ദ പ്രൈമറി ക്യാരക്ടർ. ഈവൻ മാക്ബത്ത്, ലേഡി മാക്ബത്തിനെയും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാക്ബത്തിലൂടെ തന്നെയാണ് അല്ലേ? ആ ഒരു പ്രോസസ്സ് എന്തായിരുന്നു? ഒന്ന്, ഈ വില്യം ഷേക്സ്പിയറിൻ്റെ ഒറിജിനൽ വർക്കിൻ്റെ ഒരു അഡാപ്റ്റേഷനാണിത്. ഈ അഡാപ്റ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ മാക്ബത്തിൻ്റെ തന്നെ ഒരു ഈഗോ, സൂപ്പർ ഈഗോ എന്നുള്ളൊരു ഫ്രോയിഡിയൻ ഇൻ്റർപ്രിട്ടേഷനാണ് ഈ പ്ലേക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ പ്രധാനപ്പെട്ട ഈ 3 ക്യാരക്ടേഴ്സ്, ബാങ്കോ, മാക്ബത്ത്, ലേഡി മാക്ബത്ത്, ഇത് മാക്ബത്തിൻ്റെ തന്നെ ഈ ഒരു ഇതിൻ്റെയും സൂപ്പർ ഈഗോയുടെ ഇടയ്ക്ക് പെട്ടിട്ടുള്ള ഈ മാക്ബത്തിൻ്റെ ഈഗോ എന്ന് പറയുന്ന ഈ ഇതിൻ്റെ ഈഗോയുടെയും സൂപ്പർ ഈഗോയുടെ ഒരു സംഘർഷമാണ് ഈ പ്ലേയിലെ ഈ 3 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബേസിക്കലി നമ്മുടെ വളരെ റോ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റുകളെ ആണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈഗോ നമ്മുടെ ഇതിൻ്റെ ഇടയിൽ ഒരു ഫിൽറ്ററിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മെക്കാനിസമാണ്. അതായത് നമ്മുടെ വളരെ റോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്ത് വിടാതെ ഒരു ഈഗോ, ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബോധമനസ്സ്, ഈ ബോധമനസ്സാണ് ഈ ഇതിൻ്റെ അതേപോലെ പ്രകടിപ്പിക്കാതെ ഈ ബോധമനസ്സാണ് അതിനെ തടഞ്ഞിട്ട് വേണ്ടത് മാത്രം പുറത്ത് വിടുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ, ഒരു മൊത്തം സൊസൈറ്റിയെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്സാണ്, ഒരു സാമൂഹിക ബോധം എന്ന് നമുക്ക് സൂപ്പർ ഈഗോയെ പറയാം. ഈ ലെവലിലാണ് ബേസിക്കായിട്ട് ഈ ക്യാരക്ടേഴ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡി മാക്ബത്ത് ഈ വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ സ്പിരിറ്റായിട്ടും, മാക്ബത്ത് ഈഗോയുടെ ഒരു ലെവലും ഈ പറഞ്ഞിട്ടുള്ളൊരു ബോധമനസ്സിൻ്റെ, പിന്നെ ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ലെവലിൽ ബാങ്കോയെയും പ്ലേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ സാധാരണ നമ്മളിങ്ങനെ രാജകുമാരുടെയൊക്കെ കഥയും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപം തെളിയുന്ന ഒരു കൊട്ടാരവും ആ ഒരു അറ്റ്ലീസ്റ്റ് പ്രോപ്പർട്ടിയുടെ എലമെൻറ്റ്സ് എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രോപ്പർട്ടീസോ എലമെൻറ്റ്സോ ഒന്നും കാണുന്നില്ല. എനി റീസൺസ് ഫോർ ദാറ്റ്? ഉറപ്പായിട്ട് നമ്മൾ ഒന്ന്, ഈ സ്പേസ് ഇറ്റ്സെൽഫ് നമ്മൾ കാണുന്ന സമയത്ത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു എംപ്റ്റി സ്പേസ് ആണ് ഇതിനകത്ത് നമ്മൾ ബേസിക്കായിട്ട് കൺസീവ് ചെയ്തിട്ടുള്ളത്. നിറങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഈ ഒരു എംപ്റ്റി സ്പേസിനെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ചും അതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 7, 8, 10 സീനുകൾ അടങ്ങുന്ന ഏകദേശം 32 ക്യാരക്ടേഴ്സുള്ളൊരു വലിയ നാടകമാണ് മാക്ബത്ത്. അപ്പോൾ മാക്ബത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള വിഷയത്തിനെ എടുത്തിട്ട് ഒരു എംപ്റ്റി സ്പേസിൽ, ഇപ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഏറ്റവും ചാലഞ്ചിങ് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി സ്പേസിൽ ഇതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ചിങ് എന്നുള്ളത്. അപ്പം ഇത് ഈ സ്പേസിനെ തന്നെ നമ്മൾ കൺസീവ് ചെയ്തിട്ടുള്ളത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈമോ
ഒരു സ്പേസോ ആയിട്ട് ഇത് സൂചിപ്പിക്കുന്നില്ല. ഇതൊരു എംപ്റ്റി സ്പേസാണ്. ഇത് മാക്ബത്തിൻ്റെ തന്നെ ഒരു മെൻ്റൽ സ്പേസാണിത്. ഈ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും ഇടയിലുള്ള, അതല്ലെങ്കിൽ നന്മയുടെയും തിന്മയുടെയും ഇടയിലൊക്കെ തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് ഈ സ്പേസ് തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ആധുനിക നാടകവേദി നമ്മൾ പറയുമ്പോഴത്തേക്ക് നാടകത്തിന് ഒരു സ്പേസിന് തന്നെ എത്രത്തോളം കാവ്യാത്മകമായി നാടകത്തിൻ്റെ ആന്തരിക സത്തയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ അന്വേഷണമാണ്. ഇപ്പോൾ നമ്മൾ കൊട്ടാരം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരം, അതിനപ്പുറത്ത് വേറെ അർത്ഥങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, ഒരു ഓർണമെൻറ്റേഷനാണ്. അപ്പോൾ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ പിന്നിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ സ്പേസ് തന്നെ നമ്മൾ കൺസീവ് ചെയ്തിട്ടുള്ളത് മാക്ബത്തിൻ്റെ ഈ പറഞ്ഞ മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ സ്പേസ് ഇറ്റ്സെൽഫ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പല എലിമെൻസും ഉണ്ട്, വിച്ച് ഇസ് മ്യൂസിക് ഓഫ് കോഴ്സ്, ലൈറ്റിംഗ് ആൻഡ് മാലാഖകൾ അകത്ത് വരുന്നു, വേറെ കൈ ചൂണ്ടിക്കൊണ്ട് 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ വാട്ട് ആർ ദേ എക്സ്പെക്റ്റഡ് ടു കൺവേ? ഒന്ന്, ഇപ്പോൾ ഈ നാടകം ഞങ്ങൾ ഡൽഹിയിൽ പ്രീമിയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം മാക്ബത്തിൻ്റെ ഒരുപാട് ഷോകൾ കണ്ടിട്ടുള്ള റാൽഫിയാരോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഒരു ആൾ, പിന്നെ ഈസ്റ്റ് ആംഗ്ലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം ഒരു കമൻറ്റ്, അദ്ദേഹം കണ്ടിട്ടുള്ള മാക്ബത്തിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്ഷനാണിതെന്ന് പറഞ്ഞു. ബേസിക് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എൻ്റെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം ലാംഗ്വേജിന് മുകളിൽ തിയേറ്ററിൻ്റെ ഒരു ലാംഗ്വേജിലുണ്ട്. ഇപ്പോൾ ഭാഷ ലിറ്റററി നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരു തിയേറ്ററിൻ്റെ ലാംഗ്വേജിൽ തന്നെ ഈ സ്പേസ്, ലൈറ്റ്, കളറ്, ആക്ടിങ് തുടങ്ങിയിട്ടുള്ള അരങ്ങിൻ്റെ ഭാഷയിലൂടെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഭാഷയ്ക്ക് അതീതമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം കാണുമ്പോഴത്തേക്ക് ഈ പിന്നെ ഒരു യൂറോപ്പിൽ നിന്നുള്ള ഒരുപാട് മാക്ബത്തിൻ്റെ പ്രൊഡക്ഷൻസ് കണ്ടിട്ടുള്ള ഒരാൾ മാക്ബത്തിൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണിതെന്നും അദ്ദേഹത്തിന് വളരെയധികം ശക്തിയായിട്ട് അത് തോന്നിയെന്നും ഈ തിയേറ്ററിൻ്റെ ലാംഗ്വേജ്, ഇപ്പോൾ ഭാഷ ഇപ്പോൾ ടെക്സ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള ലാംഗ്വേജ് അല്ല, മറിച്ച് ഈ കണ്ണാടികൾ, ഈ പറഞ്ഞിട്ടുള്ള ഈ ലൈറ്റിങ്, മ്യൂസിക്, ഈ കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള ഈ പിന്നെ നാടകത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാക്ബത്തിൻ്റെ ഒരു മാനസികാവസ്ഥയെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലേയുടെ ഏറ്റവും കോറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല എൻ്റെ ഒരു പിന്നെ അർത്ഥമാണ് പ്രേക്ഷകനിലേക്ക് ദൃശ്യത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകൻ ഇതിൻ്റെ ഡയലോഗിനെ മാത്രമല്ല ആശ്രയിക്കുന്നത്, മറിച്ച് ഒരു സ്പേസ്, ആ സ്പേസ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പേസാണ്. അതിലൊരു പിന്നെ ഒരു 2 ആക്ടേഴ്സ് ഉണ്ട്. ഈ വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള മാലാഖമാർ അതിനകത്തൂടെ സഞ്ചരിക്കുന്നു, അവരേതോ ഇരുട്ടിലേക്ക് പോകുന്നു തുടങ്ങി അതിൻ്റെ ദൃശ്യതലത്തിലുള്ള ഒരു വായനയുടെ സാധ്യത ഈ നാടകം അല്ലെങ്കിൽ ഈ ആധുനിക നാടകങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതൊരു ദൃശ്യതലത്തിൽ മാത്രമല്ല, ഇതൊരു സ്റ്റോറിയും കൂടി കൺവേ ചെയ്യേണ്ടത്. അതിനകത്ത് വേറൊരു മെസ്സേജ്, അണ്ടർലൈങ് മെസ്സേജും കൂടി വേണം അല്ലേ? ആ ഒരു മെസ്സേജിന് വേണ്ടി കോൺഷ്യസ്ലി എന്തൊക്കെ എലിമെന്റ്സ് ആണ് ചേർത്തിട്ടുള്ളത്? ഒന്ന്, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് ഈ നാടകത്തിനെക്കുറിച്ചുള്ള ഇൻ്റർപ്രിട്ടേഷൻ വളരെ കൃത്യമാണ്. ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ള അതേ ഇൻ്റർപ്രിട്ടേഷൻ ആയിക്കണമെന്നില്ല. ഒരുപക്ഷെ ഷേക്സ്പിയറിൻ്റെ ഈ കൃതികളെക്കുറിച്ചിട്ട് തന്നെ വളരെ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിട്ടുള്ളത് ഒരു നാടകമാണ് മാക്ബെത്ത്. മാക്ബെത്ത് പിന്നെ വളരെ സ്ട്രെയിറ്റ് ലൈനിൽ വായിക്കുന്ന സമയത്ത് അതിൻ്റെ രാജാവിനെ സുഖിപ്പിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഒരു നാടകമാണെന്ന് പോലും അതിനെക്കുറിച്ചുള്ള വായനയുണ്ട്. അതായത് രാജാവിനെതിരെ ഒരു പടയാളി, അതിൻ്റെ സ്ട്രെയിറ്റ് ലൈനിലുള്ള വായന. അന്ന് കൊട്ടാരത്തിലെ പ്ലേ റൈറ്റ് ആയിരുന്നു ഷേക്സ്പിയർ. അപ്പോൾ ഷേക്സ്പിയർ വളരെയധികം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ആ നാടകം വായിക്കാമെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയം പറയുന്നത് രാജാവിനെതിരെ ആരും ആയുധവും എടുക്കരുത്, അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും അവരുടെ കാര്യമൊന്ന് വായിച്ചെടുക്കാവുന്നുള്ള വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ അതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ആ ലെയേഴ്സ് എല്ലാം മാറ്റിയിട്ട് പ്ലേ നോക്കുമ്പോഴത്തേക്ക് മാക്ബത്തിനെ ഒരു മനുഷ്യനായി കാണുകയും ആ മനുഷ്യൻ എന്ന് പറയുന്ന സാധാരണ ഇതിപ്പോൾ ഈ കൊലപാതകം എന്ന് പറയുന്നത് നമ്മൾ വാളുകൊണ്ട് മാത്രമല്ല കൊലപാതകങ്ങൾ ജീവിതത്തിൽ ചെയ്യാറുള്ളത്, നമ്മുടെ ചിന്ത കൊണ്ടും പ്രധാനമായിട്ട് ആലോചനകളും ഒക്കെ മനുഷ്യന് ഒരു തരത്തിലുള്ള വേറെ തരത്തിൽ നമ്മൾ വാക്കുകൊണ്ട് കൊല്ലാറുണ്ട്, ചിന്ത കൊണ്ട് കൊല്ലാറുണ്ട്. ആ തരത്തിൽ പ്ലാനിങ്, ഒരു ലിറ്റററി കൊല്ലുന്നതിനെക്കാട്ടി എത്രയോ ഭീകരമാണ് നമ്മുടെ ആലോചനകൾ. അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ആലോചനകളെയാണ് അയാളുടെ ഗ്രീഡിൻ്റെ മുകളിലുള്ള, അത് ഒരു തരത്തിലുള്ള ആർത്തിയുടെ മേലുള്ള ഈ കൊതിക്ക് വേണ്ടിയിട്ടുള്ള, അല്ല പിടിച്ചടക്കാനുള്ള കൊതി, എന്തെങ്കിലും നേടിയെടുക്കാനുള്ള കൊതി, മനുഷ്യൻ്റെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള ഈ സ്പിരിറ്റിനെ ആണ് ആ പ്ലേ റെപ്രസെൻ്റ്. നമ്മളത് പ്ലേയുടെ ഈ ലെയേഴ്സ്, ഭൗതികമായിട്ടുള്ളതിൻ്റെ ഈ ലെയേഴ്സ് മാറ്റി 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 നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാമ്പിൽ ഉള്ള വിഷയം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് നോക്കുമ്പോൾ മാക്ബത്ത് ഈ പറഞ്ഞ പോലെ ഒരു കാലത്തും മരുന്നിന് പരിഹരിക്കാൻ പറ്റാത്ത മനുഷ്യൻ്റെ വളരെ രോഗാതുരമായ മാനസികാവസ്ഥയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Like Jyotish said, it goes straight deep into the heart and the mind of that particular character that is Macbeth here. There are other characters as well in this play, but primarily it's about Lady Macbeth and Banquo. So first we will take a little break, and when we come back from the break we'll see another excerpt from this play, and then we'll talk to the characters for sure. So stay tuned and do not go away. You will not catch an episode like this on any channel, so be there.